നെസീസ് ആർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഗ്രോ സ്റ്റോറിൽ നിന്ന് കുറച്ച് പുതിയ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടില്ലേ ഗ്രോ സ്റ്റോറിന്റെ. അപ്പൊ അതേപോലെയല്ല, ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമന്റിൽ ഒരുപാട് വില ഉണ്ട് കേട്ടോ. അപ്പൊ മുന്നോട്ട് എനിക്ക് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ കമന്റ് തന്നെയാണ്. അപ്പൊ ഇനി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അല്ലേ. ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് നമ്മൾ കുളിക്കുന്നൊക്കെ സമയത്ത് സോപ്പ് തേക്കുമല്ലോ. അപ്പോൾ മേലെ എല്ലാ ഭാഗത്തും തേക്കുന്ന സമയത്ത് നമ്മൾ പുറം ഭാഗത്തൊക്കെ തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു സൈഡ്, മറ്റേ സൈഡ് നമ്മൾ ചില ആളുകൾക്ക് കുനിഞ്ഞ് കാലൊക്കെ തേച്ചേക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നടുവേദനയൊക്കെ ഉള്ളവർക്കോ അങ്ങനെ അല്ലാത്തവർക്കൊക്കെ, അങ്ങനത്തെവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ കാല് കുനിഞ്ഞിട്ട് നമ്മൾ വല്ലാതെ കുനിഞ്ഞിട്ട് കാലൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതാ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മസാല ബോക്സ് ആണെന്ന്. പക്ഷേ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ആ ഒരു ബോക്സ് ആണ് കേട്ടോ. അത് തൽക്കാലം എൻ്റെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിപ്പോൾ ഈ ഗരം മസാല ഒക്കെ പൊടിക്കാൻ പറ്റിയിട്ടുള്ള ഏലക്കായ, ഗ്രാമ്പൂ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതാ നല്ല മൂടിയൊക്കെ ഉള്ള നല്ലൊരു ഉറപ്പുള്ളൊരു പാത്രമാണ് കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, പല കളറിലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഏലക്കായ അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉള്ളതെങ്കിൽ അത് ഇടാം കേട്ടോ. അപ്പോൾ എന്ത് വേണമെങ്കിലും ഇടാം. ഓരോന്നും വാങ്ങുമ്പോൾ നമ്മളിഷ്ടമാണല്ലോ എന്ത് വേണമെങ്കിൽ വെക്കാമെന്ന്. പക്ഷെ അവർ പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് മാത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം ഗ്രോ സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേപോലെ മീഷോയേക്കാളും വളരെ വില കുറവാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ആളുകളെ പറഞ്ഞ് പറ്റിച്ചിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വിലക്കനുസരിച്ചിട്ടുള്ള ഒരു ഗുണമൊക്കെ ആ ഒരു പാത്രങ്ങൾക്കുണ്ട്. അടുത്തത് സിങ്ക് ഓർഗനൈസർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ചില സാധനങ്ങളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ പൈപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രം കഴുകുന്ന സ്ക്രബ്ബറും പിന്നെ ആ ഒരു സ്റ്റീലിൻ്റെ പൂളറില്ലേ, അതും അങ്ങനത്തതും ഒക്കെ നല്ല രീതിയിൽ നനവുണ്ടാവുമല്ലോ, വെള്ളത്തോട് കൂടിയാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഈ ഒരു പിന്നെ ഓർഗനൈസറിലാകുമ്പോൾ വെള്ളമൊക്കെ അങ്ങനെ നല്ലോണം വാർന്നു പോയിക്കോളും. അപ്പോൾ ഈ സ്ക്രബ്ബറും സ്പോഞ്ചും അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പാത്രം കഴുകണ ആ ലിക്വിഡും അതിൻ്റെ മേലെ തന്നെ പോകും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരൊറ്റ കൈ കൊണ്ട് വെക്കുന്നതിനെ കൊണ്ടാണ് ആ ഒരു കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ബാത്റൂമിലോ അല്ലെങ്കിൽ ആ സിങ്കിൻ്റെ ഭാഗത്തൊക്കെ സോപ്പില്ലേ, അങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോപ്പ് ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഹോൾസ് ഇല്ലാത്തതിനോണ്ട് ഞങ്ങൾ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഈ കമ്പി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അങ്ങനെ ഹോൾസ് ഇട്ടതാണ്. അതായതുകൊണ്ട് വെള്ളം അങ്ങനെ അതിലിങ്ങനെ കെട്ടി നിൽക്കില്ല. അതങ്ങനെ അവർ വെള്ളം കെട്ടി നിന്നിട്ട് അത് ഊരി വെള്ളം ഒഴിവാക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ അത് എപ്പോഴും ഇങ്ങനെ ഊരി കളിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്താൽ. അപ്പോൾ സോപ്പ് വെക്കുമ്പോൾ ചില സോപ്പ് വെക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ആ ഒരു എന്താ പറയുക, വെള്ളത്തിൽ കിടക്കുമല്ലോ സോപ്പ്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിനൊരു ഡബിൾ ടാപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ ഒരു ഇത് പൊളിച്ചെടുത്താൽ നമ്മൾ ആ ചുമരിൻ്റെ മേലെ നനഞ്ഞ ഭാഗമാണെങ്കിൽ അവിടെ തുടച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിട്ടോ. അപ്പോൾ വെള്ളത്തിൽ കിടക്കൂല കേട്ടോ ഇനി സോപ്പ്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയി കിട്ടും. അടുത്തത് ഐസ് ട്രേ ആയിട്ടും ഉപയോഗിക്കുക, എഗ്ഗ് ട്രേ ആയിട്ടും ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ ഐസ് ട്രേ ആയിട്ട് ഉപയോഗിക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പുളി മറ്റേ സാധനങ്ങളൊക്കെ ജ്യൂസ് അടിക്കുന്നതൊക്കെ എടുത്ത് വെക്കലില്ലേ കട്ടാക്കിയിട്ട്, അപ്പോൾ അതിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് റീയൂസബിൾ ഗ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ജോഡിയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഗ്ലൗസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഗ്ലൗസിൻ്റെ ഉൾഭാഗത്ത് കണ്ടോ ഇതേപോലെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സോപ്പൊക്കെ തേച്ചിട്ട് നമ്മളെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ കൈ ഒന്നും വൃത്തികേടാവില്ല കേട്ടോ. അപ്പോൾ കൈക്ക് പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ്. അടുത്തത് 3 ടൈപ്പ് വയർ ബ്രഷാണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെ കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ മെയിനായിട്ട് ഇതുകൊണ്ട് തേച്ച് കഴുകാൻ പറ്റുക. നല്ല ഹാർഡായിട്ട് എന്തെങ്കിലും കരിയൊക്കെ പിടിച്ച മാതിരി ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് 2 ടൈപ്പിൽ, 3 ടൈപ്പിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഒന്ന് ഹാർഡ് ഉള്ളതുണ്ടാവും, പിന്നെ സെമി ഹാർഡ്, പിന്നെ തീരെ ഒരു ഹാർഡില്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അങ്ങനത്തെ 3 ടൈപ്പാണ് ഉള്ളത്. ആദ്യം ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഒന്ന് ബ്രഷ് ചെയ്ത്, പിന്നെ പോവാത്തതുകൊണ്ട് ഹാർഡായിട്ടുള്ളത് കൊണ്ട് ബ്രഷ് ചെയ്ത്. അപ്പോൾ ആ ഹാർഡായിട്ടുള്ളത് ചെയ്തപ്പോഴാണ് കേട്ടോ നല്ല ക്ലീൻ ആയത്.
അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അത് 3 വെച്ചിട്ടാണ് കേട്ടോ ഒരു പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കഴുകാനോ പിന്നെ ഇതേപോലെ കഴുകുന്ന എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് മൈക്രോ ഫൈബറിൻ്റെ ആണ്. അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടാണല്ലോ ഈ മൈക്രോ ഫൈബർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും അതിൻ്റെ മുന്നിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടലുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൊളുത്താണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ചുമരുമൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് തൂക്കിയിടാനൊക്കെ പറ്റും. അടുത്തത് നമ്മൾ പച്ചക്കറികളോ അതേപോലെ ഫ്രൂട്ട്സോ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എയറൊക്കെ പുറത്തേക്ക് പോകുന്ന സൈസിൽ ഒരു വലൻ്റെ ആ ഒരു രൂപത്തിലുള്ള ഒരു ബാഗാണ് കേട്ടോ അത്. അപ്പോൾ 3 പീസായിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്, അത് കേടൊന്നും വരില്ല. അടുത്തതും ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഒന്നിനാണ് കേട്ടോ 54 രൂപ വരുന്നത്. ഇപ്പോൾ അത് നമ്മൾ ചൂടുള്ള ചട്ടിയോ ചെമ്പോ ഒക്കെ നമ്മൾ മേശൻ്റെ മേലേക്കൊക്കെ ഇറക്കി വെക്കുമല്ലോ. അപ്പോൾ അതിനുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ഇന്ത്യയിൽ ഇതല്ല വേറൊരു ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരു മോഡൽ ഇങ്ങനത്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അന്ന് ഞാൻ കണ്ട സമയത്ത് അങ്ങനെയാണ് കേട്ടോ ഇത് വാങ്ങിയത്. അപ്പോൾ എനിക്ക് പൈസ വന്നത് 65 രൂപയായിരുന്നു. അടുത്ത ഇതേപോലെ അടിപൊളി തന്നെയാണ്. ഇപ്പോൾ 2 ടൈപ്പിലുണ്ട് കേട്ടോ, സ്ക്വയർ ആയിട്ടും റൗണ്ട് ആയിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ സിങ്കിൻ്റെ ആ ഒരു രൂപത്തിനനുസരിച്ചിട്ട് വാങ്ങിയാൽ മതി. ഇത് വേസ്റ്റൊക്കെ ഇതിൽ അടിഞ്ഞിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ എപ്പോഴും ആ ഒരു ബ്ലോക്കായി കിടക്കുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇത് അരിപ്പ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റൊക്കെ ആ അരിപ്പയിൽ അടിഞ്ഞ് കൂടിയിട്ടുണ്ടാകും. പിന്നെ അത് മാത്രം നമ്മൾ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ തൽക്കാലം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് വേസ്റ്റ് ഒന്നും ഇല്ലാത്തത്. പിന്നെ അടുത്ത ഒരു ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ടൈപ്പുള്ള ഒരു സാധനം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ പൈപ്പിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊന്നും നമ്മളെ കൈയൊന്നും എത്തൂലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വളച്ച് അങ്ങനെയൊക്കെ ആക്കുന്ന കേട്ടോ, വളയൊക്കെ ചെയ്യും അത്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. ചുമരിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. അതേപോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കൊളുത്തിടാനായിട്ട്. സാധനങ്ങൾ കൊളുത്തിടുന്ന വേറൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഒരു ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് 2 പീസായിട്ടാണ് വരുന്നത്. അത് നമ്മൾ യോജിപ്പിക്കണം. പിന്നെ ഇതേപോലെ ഒരു നീളത്തിലുള്ള റൗണ്ട് ഇല്ലാത്തൊരു ടൈപ്പ് ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്, സാധാരണ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ല. ഇതേപോലെ നമ്മളെ കൈ അതിൻ്റെ അടിയിലേക്ക് എത്തൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് അടിഭാഗത്തൊക്കെ അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ സമയത്ത് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത്. എപ്പോഴും ഞാൻ ഇതേ ടൈപ്പ് ഗ്ലാസ്സിലൊക്കെ അടിഭാഗത്തൊക്കെ നല്ല കറ പോലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ബുദ്ധിമുട്ടലുണ്ട്. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ വെച്ചിട്ട് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലേ ഇനി. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ടൈപ്പ് ബ്രഷ് ഉള്ളതിനോണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊളുത്തിടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഹാങ്ങർ നല്ലതാണ് കേട്ടോ നമ്മളെ കിച്ചണിൽ. പിന്നെ ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കില്ലേ, മുസമ്പി നമ്മൾ നീരെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുസമ്പി ഇല്ല കേട്ടോ. മുസമ്പി 2 പീസാക്കി മുറിച്ചിട്ട് അതിൻ്റെ ആ മേൽഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതിയാവും. അടുത്ത പീലറാണ് കേട്ടോ. അത് നല്ല സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള പീലറാണ്. അപ്പോൾ എല്ലാ സാധനവും ഒന്ന് പീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൈക്രോ ഫൈബറിൻ്റെ ഒരു ഗ്ലൗസാണ് കേട്ടോ. അത് 1 വരുന്നത്. അപ്പോൾ അതും ഇതേപോലെ കാറൊക്കെ കഴുകാനും പിന്നെ അതേപോലെ ഡൈനിങ് ടേബിൾ അങ്ങനത്തെ ഒക്കെ ക്ലീൻ ആക്കി എടുക്കാനും ജനാലൊക്കെ കഴുകാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ചുമരിൻ്റെ മുകളിലൊക്കെ പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അത് ബാക്കിലുള്ള ഒരു സ്റ്റിക്കർ ഇങ്ങനെ പൊളിച്ചാൽ ചുമരിൻ്റെ മേലെ അങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടവലുണ്ടല്ലോ, ഒരുപാട് കട്ടിയുള്ളതല്ല, എന്നാലും അത്യാവശ്യം നല്ല മൈക്രോ ഫൈബറിൻ്റെ ടവലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അതേപോലെ ചുമരിൻ്റെ മേലെ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നമ്മൾ ക്ലോത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെച്ചാൽ പോലെ ഒന്ന് അമർത്തി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് താഴെ തൊഴിഞ്ഞ് വീഴൂല. ഇതിപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ടവലാട്ടോ വെച്ചത്. അപ്പോൾ കട്ടിയില്ലാത്തതാണ്. അപ്പോൾ കട്ടിയുള്ളത് വെച്ച് നോക്കിയപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കട്ടിയുള്ളതും അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അത് താനേ പറഞ്ഞു പോരുന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി കട്ടിയുള്ളത് കൂടി ഒന്ന് വെച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് വന്നിട്ടുള്ളത് നമ്മൾ ചൂല് ഇതേപോലെ മോപ്പ് അങ്ങനത്തെ ഒക്കെ ഒന്ന് കൊളുത്തിരുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് ചുമരിൻ്റെ മുകളിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ മേലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ചൂലോ അല്ലെങ്കിൽ മോപ്പോ അങ്ങനത്തെ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഡബിൾ ടാപ്പുള്ള ആ ഒരു സ്റ്റിക്കറാണ് വരുന്നത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതേപോലെ ചൂലും മോപ്പും അങ്ങനത്തെ ഒക്കെ കൊളുത്തിടാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വെയിൽ കൊണ്ടതുകൊണ്ട് തന്നെ നരച്ച് പോയിട്ടുണ്ട്. അടുത്തത് സൂപ്പർ ഡൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ഒക്കെ തലേൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എന്താണോ തലയിൽ തേക്കുന്ന ആ ഒരു എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തലയിലൊന്നും ഇങ്ങനെ മസാജ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത്. അങ്ങനത്തെ ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. 8 ഹുക്കാണ് കേട്ടോ ഇതുള്ളത്. ചുമരിൻ്റെ മേലെ ആണി അടിക്കുന്ന കേട്ടോ. ആണിയല്ല, സ്ക്രൂ ചെയ്യുന്നതാണ്. മറ്റേത് ആദ്യത്തെ എൻ്റെ അടുത്തുള്ളത് സ്റ്റിക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് സ്റ്റിക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോരണ്ട, നമ്മൾ വലിയ വെയിറ്റുള്ളത് ഇതേപോലത്തെ ഒക്കെ വെക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റിക്കറിന് പകരം ഇപ്പോൾ വലിയ സ്ക്രൂ ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്.
അടുത്തത് ആ പൊടിയൊക്കെ തട്ടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിങ്ങനെ മാറാലൊന്നും തട്ടിയിട്ട് അത് വൃത്തികേടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ അടുത്ത് ഉണ്ടാവില്ല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, പിന്നെ അതേപോലത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവും ചില വീടുകളിലൊക്കെ. അപ്പോൾ ആ ഭാഗത്തുള്ള പൊടിയൊക്കെ തട്ടാനാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ ചെറുതാക്കി വലുതാക്കിയൊക്കെ ചെയ്യട്ടോ, നല്ല ഹൈറ്റിൽ വരെയുള്ളതൊക്കെ റെഡിയായി കിട്ടും. ഇതൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മൾ ബാത്റൂമോ പിന്നെ അതേപോലെ കിച്ചനോ പിന്നെ അതേപോലെ നിലത്തുണ്ടല്ലോ മുറ്റത്ത് നമ്മൾ ടൈലൊക്കെ ഇടുന്നത്, ടൈലെല്ലാം ഇൻ്റർലോക്ക് ഇടുന്നത്, അങ്ങനത്തെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കേട്ടോ. ഒരു സൈഡിൽ ബ്രഷും ഒരു സൈഡിൽ വൈപ്പറുമാണ് കേട്ടോ ഇത് വരുന്നത്. വലിയൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ അത് ഏത് ഭാഗത്തേക്കും ഏത് ഇതിലേക്കും ആക്കിയിട്ട് വളയ്ക്കുക തിരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ചെരിക്കുക വളയ്ക്കുക അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡ് ഉണ്ടാവുമല്ലോ ചില അരികു ഭാഗം നമ്മളെപ്പോഴും കൈ എത്താത്ത അങ്ങനെ ക്ലീൻ ആവാത്തൊക്കെ ഒരു സ്ഥലം ഉണ്ടാവും. ആ ഒരു ടൈലിൻ്റെ ആയാലും ആ ഒരു ചുമരിൻ്റെ ഒക്കെ സൈഡ് അവിടെയൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ല പല ഭാഗമാക്കിയിട്ട് അത് അങ്ങനെ വൈഡായിട്ടും സൈഡായിട്ടും പല രൂപത്തിലും അതൊക്കെ വളച്ച് തിരിച്ചൊക്കെ ചെയ്യട്ടോ. പിന്നെ അതൊക്കെ ഒരു ഭാഗം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഭാഗം കൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. വൈപ്പ് ചെയ്യുന്ന ഭാഗമായാലും ബ്രഷ് ചെയ്യുന്ന ഭാഗമായാലും എനിക്ക് കിട്ടിയ എല്ലാ സാധനവും സൂപ്പർ തന്നെയാണ് കേട്ടോ. അടുത്തതും ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ അത്. ഇത് നമ്മൾ ചുമരുമ്മലൊക്കെ അതേപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ ഇതാ അടിയിൽ കൂടി ഉണ്ട് വെള്ളമൊക്കെ പോകുന്ന ഭാഗം. പിന്നെ അതാ രണ്ട് ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതാ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ഒരു സൈഡിൽ നമ്മളെ കൈ എത്താത്ത സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ അതേപോലെ ഈ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെ നമുക്ക് കൈ എത്താത്തൊരു ടൈപ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടേക്കൊക്കെ നല്ലതാട്ടോ അത്. അങ്ങനെ ഇതിൽ എന്തെങ്കിലും സോപ്പോ സാധനങ്ങൾ എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും തേച്ച് കൊടുത്തിട്ട് ആ അടിഭാഗമൊക്കെ ഒന്ന് ഒരതിയെടുക്കാൻ നല്ലതാണ്. അടുത്തത് ആ നായനൊക്കെ ഓടിക്കാനുള്ള ഒരു മാജിക് സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും പിന്നെ അതേപോലെ തന്നെ നടക്കാനൊക്കെ പോകുന്ന ആളുകൾക്കും ഈ നായൻ്റെ ഉപദ്രവം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് പ്രതിരോധിക്കാനുള്ളൊരു മാജിക് സ്റ്റിക്കാണ് കേട്ടോ അത്. ഇതിന് ഉള്ളോട്ട് പ്രസ് ആക്കുമ്പോൾ ഈ ലോക്ക് താനേ അങ്ങനെ എന്നിട്ട് നമ്മൾ മുറുക്കി പിടിക്കുന്നതാ നായ്ക്ക് അല്ലേ. അതായത് കുട്ടികൾ മദ്രസയിലൊക്കെ പോലെ മനസ്സിലായി, അല്ലെങ്കിൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കൈ കൊടുത്താൽ കുട്ടികൾ നോർത്തുമ്പോൾ വളരെ കെയർഫുള്ളായി നോർത്തിയായി 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ റെഡി ആവില്ല, പഴയ രൂപത്തിലേക്കാക്കി അങ്ങനെ. പിന്നെ അതിങ്ങനെ ഇങ്ങോട്ട് പ്രസ് ആവുകയാണ് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇതാവൂലേ ചെറുതായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതാണ് ടൈറ്റ്, നമ്മൾ താത്തുന്നത് ടൈറ്റ് ആവും. അപ്പം നമ്മൾ പിടുത്തം കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് വെച്ച് ഇതാക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ വെക്കുക. അത് ഈ ലോക്കിന് അങ്ങനെ ഉണ്ടാക്കിയ പഴയ രൂപത്തിൽ സംഭവത്തിൽ ഇതാ 4 എണ്ണം വരുന്ന ഹുക്കുകളാണ് കേട്ടോ. ഇത് നമ്മൾ ചുമരുമലൊക്കെ അതേപോലെ ഒന്ന് പ്രസ് ചെയ്താൽ ഇതും ഡബിൾ ടാപ്പാണ് കേട്ടോ. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്യണമെങ്കിലൊക്കെ പറ്റും കേട്ടോ. അത്യാവശ്യം വെയിറ്റുള്ള കയ്യിൽ കുടുങ്ങുന്നാണ് തോന്നുന്നത്. ഇങ്ങനെയാണിത്. അടുത്ത ഒരു അടിപൊളി ഗ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഗാർഡനിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ മണ്ണൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് മാന്തുമ്പോൾ അത് നഖത്തിനുള്ളിലേക്കൊക്കെ മണ്ണ് വരുമല്ലോ, അപ്പോൾ അതിന് ഒരു നഖം പോലത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മാന്തിയാൽ തന്നെ ശരിക്കും നല്ലോണം മണ്ണ് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. 2 കൈക്ക് ഇടാൻ പറ്റുന്നതിനുകൊണ്ട് തന്നെ മണ്ണ് മാന്താനും മണ്ണ് മാറ്റിയെടുക്കാനും മണ്ണ് ചെടി കുഴിച്ചിട്ടിട്ട് അങ്ങോട്ട് നിറയ്ക്കാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ്. അടുത്ത അതേപോലെ ഗാർഡനിലെ ആവശ്യത്തിനുള്ള ഒരു കട്ടറാണ് കേട്ടോ അത്. ഇതും നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മൂർച്ചൊക്കെ ഉണ്ട്. പിന്നെ ഒരു സാധനം ഉണ്ട്, ഒരു ലോക്ക്, അത് ഇങ്ങോട്ട് നീക്കിയാൽ ഇത് തുറക്ക്, മറ്റേ ലോക്ക് ഇങ്ങോട്ട് ആക്കിയാൽ അത് അടയുകയും ചെയ്യും. പിന്നെ അതേപോലെ നല്ല അടിപൊളിയിൽ നമ്മൾ ഗാർഡനിലേക്ക് അതേപോലെ പച്ചക്കറി മരങ്ങളോ അങ്ങനത്തെ ഒക്കെ വെട്ടാനും പിന്നെ അതേപോലെ ചെടീൻ്റെ കൊമ്പുകളൊക്കെ വെട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അത്. ഇതിലത്തെ പ്രൊഡക്റ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് ഞാൻ താഴെ അവരുടെ ലിങ്കും വാട്സപ്പ് നമ്പറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറന്നുവല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.